നാട്ടിലെ ഒരുപാട് വലിയ വലിയ പ്രവർത്തനങ്ങൾ, നല്ല കാര്യങ്ങൾ, ശാരീരിക അഭ്യാസം, എക്സർസൈസുകൾ വേണം. ശരീരത്തിന് അബ്ദാനിന്, നേരത്തെ പറഞ്ഞ അബ്ദാനിന് സിഹത്ത് വേണം. അതിൻ്റെ ഭാഗമായിരിക്കാം ഫുട്ബോൾ കളിക്കുന്നത്, ക്രിക്കറ്റ് കളിക്കുന്നത്, ഷട്ടിൽ കളിക്കുന്നത്, ബാഡ്മിൻ്റൺ കളിക്കുന്നത്, എല്ലാം അതിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും, നട്ടപ്പാതിര 11:30-12 മണിക്ക് പോലും നമ്മുടെ റോഡരുകുകളിലുള്ള ടർഫുകൾ സജീവമാണെങ്കിൽ സുബഹി നമസ്കരിക്കാൻ 6 മണിക്ക് പോലും പള്ളിയിലെത്താൻ കഴിയാത്ത മുസൽമാൻ എവിടെയാ? ഇന്നല്ലാഹ് ലാ യുഗയ്യിറു മാ ബിഖൗം ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറാൻ സന്നദ്ധമായാലല്ലാതെ അല്ലാഹ് മാറ്റൂല കേട്ടോ. അല്ലാഹുവിനെ ഓർമ്മയില്ലാതെ ആസാദി സമരം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നപ്പോ, അതല്ലെങ്കിൽ മുദ്രാഗീതങ്ങൾ മുഴക്കിക്കൊണ്ടിരുന്ന അന്ന് സുബഹിക്ക് നമസ്കരിക്കാത്തവനാണ് അയാളെങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കുമോ? ആ മുദ്രാവാക്യങ്ങൾ അല്ലാഹുവിലെത്തുമോ? നമസ്കാരം, സുബഹി നമസ്കരിച്ചിട്ടില്ല, ളുഹർ നമസ്കരിച്ചിട്ടില്ല, അസ്ർ നമസ്കരിച്ചിട്ടില്ല, സമരം കഴിഞ്ഞ്, പ്രക്ഷോഭം കഴിഞ്ഞ് മഗ്രിബും ഇശാഉം നമസ്കരിച്ചിട്ടില്ല. ആരാ കൂട്ടരെ പരിഗണിക്കുക? ലാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ലാ യഅബഉ ബികും ഖുൽ ലാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കസ്സബ്തും ഫസൗഫ യകൂനു ലിസാമാ. പ്രവാചകരെ, പറ ആളുകളോട്, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ നേർച്ചയും നിങ്ങളുടെ ആരാധനകളും ഒന്നുമില്ലെങ്കിൽ എൻ്റെ റബ്ബ് പരിഗണിക്കുകയില്ല കേട്ടോ എന്ന് പറയണം. ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗം ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. മന്ദിരങ്ങളിൽ എഴുതി വെക്കപ്പെടാനുള്ളത് മാത്രമല്ല, ഇത് ജീവിതത്തിൽ പകർത്തണം. ഖുർആനുമായുള്ള ബന്ധം അതാണ്. ദുനിയാവിന് നമ്മൾ വീടുകൾ, ആർക്കാ ഇങ്ങനെ വീടുകൾ? എന്തിനാ